ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പേടിപ്പിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു മിസ്റ്ററി ആയിട്ടുള്ള സംഭവം. നമ്മൾ അനന്തഭദ്രവും ഇതൊക്കെ ഇല്ല, അതേപോലത്തെ ഒരു സംഭവം ആണെങ്കിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല പടമാണ്. മമ്മൂട്ടിയുടെ ഒരു എന്തോ ഹൊറല്ല, ഭൂതകാലം പോലെ ഒരു ജംസ്കെയറൊക്കെ ഇടയ്ക്ക് വരുന്നേ ഉള്ളൂ, പക്ഷെ അത്രയ്ക്ക് കുഴപ്പമൊന്നും ട്വിസ്റ്റെന്ന് പറയില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 17കളിലും മുത്തശ്ശിക്കഥ, അതിനെ കുറച്ചും കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുത്തശ്ശിക്കഥയായിട്ടേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കുറേ നാൾക്ക് ശേഷം നമ്മൾ വിഷ്വൽ ട്രീറ്റ് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിലവർക്ക് പിടിക്കത്തില്ല, എന്നാലും നമ്മൾ മടുപ്പിക്കുന്നില്ല. ക്യാരക്ടർ വൈസ് നമുക്ക് ഒരുമാതിരി ഇഷ്ടപ്പെടുന്നുണ്ട്, തിയേറ്റർ എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ശരി, ഒരു വ്യത്യസ്ത ഒരു ഫീലാ, നമ്മളെ കണ്ടുകൊടുത്തൊരു സാധനമല്ല, വേറെ റൈറ്റോ കണ്ടു. അടിപൊളിയായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു ഫീൽ ഇല്ല നമുക്ക്, സൂപ്പറായിട്ട്. ഇല്ല കുഴപ്പമില്ല, എല്ലാം അടിപൊളിയാണ്, എല്ലാം നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. മമ്മൂട്ടി അടിപൊളിയായിരുന്നു, എല്ലാ ലുക്ക് മമ്മൂട്ടിയുടെ വ്യത്യസ്തത നമുക്ക് പടത്തിൽ കാണാൻ പറ്റും. അതെ കാണാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ട ഒരു കുഴപ്പമില്ല, പടം സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. കിടിലൻ പടം, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആ ഒരു നമുക്ക് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ എന്നാലും കിടിലൻ. ആക്ടിങ് വൈസ് ആണെങ്കിലും ഫുൾ ഹൊററാണെന്നുള്ള രീതിയിലല്ല, പക്ഷെ എന്നാലും നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസാണ്. ഇല്ല ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഓരോ മിനിറ്റ് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുന്നത്. പിന്നെ അടുത്ത് എന്താണെന്ന് എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടിട്ട് നമുക്ക് ബോറൊന്നും തോന്നത്തില്ല, പക്ഷെ എന്നാലും ആ ഒരു ഫീലൊന്നും തോന്നത്തില്ല. നമ്മൾ പടത്തിൽ ഫുൾ എൻഗേജ് ആയിട്ട് തന്നെ ഇരിക്കും, എൻഗേജിങ് ആയിട്ട്. സെക്കൻഡ് ഹാഫൊക്കെ ഫുള്ള് പേടിപ്പിക്കുന്ന രീതിയിലുണ്ട്. സൂപ്പർ ഇല്ല, ആക്ടിങ് വൈസ് 3 പേര് സൂപ്പറാണ്. മമ്മൂട്ടി ആണെങ്കിലും സിദ്ധാർത്ഥ ആണെങ്കിലും അർജുന അശോകൻ ആണെങ്കിലും സൂപ്പറാണ്. പിന്നെ സൂപ്പർ.